ഇതിലേക്ക് ഞാൻ വരാൻ കാരണം സ്കൂൾ പഠിക്കുമ്പോഴും ഈ ആളുകൾ ടൂർ പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു ടൂർ പോകാൻ പറ്റില്ല. കാരണം എന്റെ ഒപ്പം ഒരു സെയിൽസ്മാൻ ആണ്. അപ്പൊ ഒരു മിഡിൽ ക്ലാസ്സിൽ വന്ന ഒരാൾക്ക് ഇപ്പം ഇത്രയും രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും പിന്നെ ആ സമയത്ത് ഞാനൊരു ആഗ്രഹം ആഗ്രഹിച്ചു. ഇതായി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ അതിനെ വിളിച്ചെന്ന് പറഞ്ഞോളൂ 10 വയസ്സിലാണ് മനസ്സിൽ വന്നൊരു റിവെഞ്ചായിട്ട് വേണമെങ്കിൽ കാണാം. അങ്ങനെയാണ് ഈ യാത്രയിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഈ യാത്രയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ ഉമ്മയാണ്. 5 കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ എപ്പോ യാത്ര പോകുന്നേരം ഉമ്മയാണ് മക്കളെ കൂടെ ഉണ്ടാവുക. ഇപ്പൊ അവരുടെ അബുദാബിയിലുണ്ട്. എന്റെ ഹസ്ബൻഡ് നൗഷാദ് വർക്ക് ചെയ്യുന്ന അവിടെയാണ്. അപ്പൊ എന്റെ ഉപ്പയും ഉമ്മയും അവിടെയുണ്ട്. കുട്ടികളും ഷാദെല്ലാം അബുദാബിയിലാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ ഫാമിലിയിലാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഇനിയിപ്പോ അവർ സപ്പോർട്ട് ചെയ്താലും ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി എത്തുന്നവരെ എവിടെയാന്ന് പോലും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ എന്റെ മനസ്സിലുള്ള ഒരു കോൺഫിഡന്റ് ആയിരിക്കാം ചിലപ്പോൾ ഇതുവരെ എനിക്ക് എത്താൻ പറ്റിയത്. അപ്പൊ 10 രാജ്യങ്ങൾ ഓൾറെഡി ഞാൻ ഓവർലാൻഡ് ചെയ്ത് കണ്ടു. ഇനിയും ഒരുപാട് രാജ്യങ്ങൾ ബാക്കിയാണ്. അപ്പോ മാക്സിമം ഒരു ഇന്ത്യൻ മെയ്ഡ് വണ്ടിയായ മഹീന്ദ്ര കാർ എടുത്ത് ഒരു KL നമ്പർ പ്ലേറ്റ് ഒരു മലയാളി എന്ന രീതിയിൽ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം പല രാജ്യങ്ങളും കവർ ചെയ്യാനുള്ള ഒരൊറ്റൊരു ലക്ഷ്യമാണ് ഈ ഒരു യാത്രക്ക് പിന്നിൽ. അതിന് വേണമെങ്കിൽ വുമൺ എംപവർമെന്റിന് വിളിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെക്കോർഡ് അങ്ങനെ വിളിക്കാം. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് എക്സ്പ്ലോറിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നമ്മള് കണ്ടെത്തുന്നതിനേക്കാളും അനുഭവിക്കലാണ് ശരിക്കും പറഞ്ഞാൽ യാത്ര. അപ്പൊ അതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാണ്, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത ഈ പ്രോഗ്രാമിന്റെ എല്ലാവർക്കും എല്ലാവർക്കും